നിങ്ങളുടെ കയ്യിൽ നല്ലൊരു റെസ്യൂം ഇല്ലേ? ഒരു റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുന്നുണ്ടോ? നമുക്ക് ഓൺലൈനായി തന്നെ റെസ്യൂം ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഗൂഗിൾ വന്നതിന് ശേഷം റെസ്യൂം ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ഈ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ഹെഡിങ് എന്താ വേണമെങ്കിൽ അത് കൊടുക്കാം. റെസ്യൂം കൊടുക്കാം, അല്ലെങ്കിൽ CV കൊടുക്കാം. വാട്ട് ഈസ് യുവർ പ്രൊഫൈൽ? നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻ്റ് കൊടുക്കാം, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ കൊടുക്കാം, ഡിസൈനർ ആണെങ്കിൽ ഡിസൈനർ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഫാദർ നെയിം എൻ്റർ ചെയ്യുക, നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ SLC+2 PG എന്താണെങ്കിൽ ആഡ് റോ കൊടുത്തതിന് ശേഷം ഓരോന്നായി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, ഹൗസ് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതർ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പവർ BE ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നാഷണാലിറ്റി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ കൊടുക്കുക. അതല്ല എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആഡ് റോ കൊടുത്തതിന് ശേഷം ഓരോരോ എക്സ്പീരിയൻസായി ആഡ് ആവുന്നതാണ്. ഞാനിവിടെ ഫ്രഷർ എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ മാരേജ് സ്റ്റാറ്റസ് കൊടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് റെസ്യൂം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റെസ്യൂമിൽ എന്തെങ്കിലും കാര്യം എൻ്റർ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് യുവർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് റെസ്യൂം കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റെസ്യൂം താഴെ കാണുന്ന ഡൗൺലോഡ് റെസ്യൂമിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ റെസ്യൂം. ഇതൊരു ഫ്രഷർക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത റെസ്യൂമാണ്. നിങ്ങൾക്ക് കുറേ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കി കഴിഞ്ഞാൽ റെസ്യൂം ഒരു പേജും കൂടി കൂടുന്നതാണ്. അതിനുശേഷം ഫോട്ടോയും നമുക്ക് ആഡ് ആക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.